ശ്രീമദ് ഭാഗവതം ക്ലാസ് 284. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 82ാമത്തെ അധ്യായമാണ്. ഇത് ഭഗവാന്മാരുടെ കുരുക്ഷേത്ര ഗമനമാണ്. അപ്പോൾ കഥയിൽ കടന്നിട്ട് കുരുക്ഷേത്രത്തെ പറ്റിയെല്ലാം മനസ്സിലാക്കാം. എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്നതിൻ്റെ പിന്നിലെ ആശയവും മനസ്സിലാക്കാം. ഒന്നിലെ ശുഗൻ പറയുകയാണ്, രാമകൃഷ്ണന്മാർ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് കൽപ്പാന്ത കാലത്തെ പോലെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം സംഭവിച്ചു. അപ്പം സൂര്യഗ്രഹണം എന്നത് കൽപ്പാന്ത കാലത്തിൽ ലോകം അവസാനിക്കുന്ന സമയത്ത് സൂര്യഗ്രഹണം സംഭവിക്കുന്നതാണ് പറയുന്നത്. അപ്പോഴാണ് എല്ലാം സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്, ഗ്രഹങ്ങളുടെ ചുറ്റലനുസരിച്ചാണ്. അപ്പോൾ ലോകം അവസാനിക്കുന്ന കാലത്ത് സൂര്യഗ്രഹണം സംഭവിക്കും എന്ന് പറയുമ്പോൾ സൂര്യഗ്രഹണം ചിലതിനെ സൂചന നൽകുന്നുണ്ട് എന്നതിനെ അർത്ഥമാക്കണം. എന്നിട്ട് ഈ ഗ്രഹണത്തെ പറ്റി മുൻകൂട്ടി അറിഞ്ഞു തന്നെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ പുണ്യകർമ്മം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ സമന്തപഞ്ചകം എന്ന കുരുക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. ഇത് ഗ്രഹണം നടക്കുന്നത് മുൻകൂട്ടി അറിയാൻ പറ്റുമല്ലോ. ജ്യോത്സ്യന്മാർ മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ടല്ലോ, ശാസ്ത്രലോകം മുൻകൂട്ടി പ്രവചിക്കും ഇന്ന സമയം ഗ്രഹണം നടക്കുന്നതാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ പുണ്യകർമ്മം ചെയ്യുവാനുള്ള ഉദ്ദേശത്തോടെ, അതായത് ലോകത്തിൽ എന്തെങ്കിലും മോശ സംഭവങ്ങൾ വരെ കൂട്ടമായിട്ട് മോശം നടക്കാൻ പോകുമ്പോഴാണ് ജനങ്ങൾക്ക് പുണ്യകർമ്മം എല്ലാം ചെയ്യാൻ തോന്നുക. അപ്പം അവരെല്ലാം കൂടിയിട്ട് കുരുക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അപ്പം ഇനി ഈ കുരുക്ഷേത്രം എന്താണ്? അവിടെ മുമ്പ് ഭാർഗവരാമൻ ക്ഷത്രിയ വംശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് രാജാക്കന്മാരുടെ രക്തത്താൽ വലിയ തടാകങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പരശുരാമൻ പണ്ട് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് പരശുരാമൻ ലോകത്തിലുള്ള അധർമ്മികളായ രാജാക്കന്മാരെ എല്ലാം കൊന്നുകൊണ്ട്, അധർമ്മികളായ രാജാക്കന്മാരെ അവരുടെ രക്തം കൊണ്ട് ലോകത്തിലെ എല്ലാ തടാകങ്ങളും, കിണറുകൾ നിറച്ച് തടാകങ്ങൾ, അങ്ങനെ പലതരത്തിൽ പറയും. അതായത് ലോകത്തിലെ ഒന്നാം ലോകമഹായുദ്ധം പല രാജാക്കന്മാരുടെ തലയറുത്തിട്ടുണ്ട്. അധർമ്മികളായ രാജാക്കന്മാരുടെ തലയറുത്തിട്ടാണ് പിന്നെ ലോകം കൊളോണിയലിസത്തിലേക്ക് പോയത്, ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം. അപ്പോൾ ഒരു ലോകമഹായുദ്ധം നടക്കേണ്ട ഒരു സ്ഥലമാണ് കുരുക്ഷേത്രം. ലോകമഹായുദ്ധമാണ് നടന്നിരുന്നത്. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടാണ് പരശുരാമൻ എല്ലാവരെയും അവിടെ എല്ലാം ഉള്ള, പണ്ട് പല രാജ്യങ്ങളായിരുന്നല്ലോ, ഒന്നായിട്ട് മാറിയിട്ടില്ല. അപ്പം ആ സമയത്ത് ദുഷ്ടരായ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും, ദുഷ്ടരാജാക്കന്മാരെയും കൊന്നൊടുക്കി എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെയാണ് കുരുക്ഷേത്രം. രണ്ടാം ലോകമഹായുദ്ധം നടന്നതും രാമരാവണ യുദ്ധം, അത് ലോകം മുഴുവൻ തന്നെയാണ് രണ്ടാം ലോകമഹായുദ്ധം. അപ്പം കുരുക്ഷേത്രം എന്ന് പറയുന്നത് ഈ ലോകം തന്നെ, നമ്മുടെ ലോകം തന്നെ, നമ്മുടെ ഭൂമിയിലാണ്. ഇനി 4 സർവജ്ഞാനിയായ ഭാർഗവൻ ക്ഷത്രിയ വംശത്തിൽ പാപം ഏറ്റവനല്ലെങ്കിലും പ്രായശ്ചിത്തമായ സാധാരണക്കാരനെ പോലെ ഇവിടെ വെച്ച് പാപശാന്തിക്കായി യജ്ഞവും ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അധർമ്മികളെ കൊല്ലാനായിട്ട് ജനിച്ചവനാണ്. അതുകൊണ്ട് അധർമ്മികളെ രാജാക്കന്മാരെ എല്ലാം കൊന്നു. അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിലെ പാപമൊന്നും ഏറ്റിട്ടില്ലെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? പാപശാന്തിക്കായി യജ്ഞവും ആ സമയത്ത് നടത്തിയിരുന്നു.
അപ്പം വലിയൊരു കൂട്ടക്കൊലയാണ് അന്ന് നടന്നത്. അപ്പം സ്വാഭാവികമായും പ്രായശ്ചിത്തം, മനസമാധാനത്തിന് വേണ്ടി പ്രായശ്ചിത്വവും ചെയ്യുന്നു. അർജുനനും അത് ചെയ്യാൻ പോയിട്ടില്ലേ മഹാഭാരത യുദ്ധത്തിന് ശേഷം? അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മനുഷ്യൻ്റെ ചെയ്യുന്ന ധർമ്മമാണ്, ചെയ്യാൻ വിധിക്കപ്പെട്ടതാണ്. എങ്കിലും അത് പ്രായശ്ചിത്തം ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ. ചെയ്യുന്നത് ധർമ്മമാണെങ്കിലും തെറ്റായാൽ, അല്ല അതിൽ തെറ്റുണ്ടല്ലോ, കൊല്ലുക എന്നത് പറയുന്ന ഒരു മോശം പ്രവൃത്തിയാണ്. അല്ല അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്ത് പാപശാന്തിക്കായി യജ്ഞവും ചെയ്യുകയുണ്ടായി ആ സ്ഥലത്ത് വെച്ച്. ഇനി 5:6. ആ തീർത്ഥയാഗത്തിൽ ഭാരതവർഷത്തിലെ ജനങ്ങളെല്ലാം അവിടേക്ക് പോയിരുന്നു. അതിൽ അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സൂര്യഗ്രഹണം നടക്കുമ്പോഴാണ് അടുത്ത യുദ്ധം വരാൻ പോകുന്നത്. യുദ്ധം വരാനുള്ള ഒരു സൂചനയാണ്. അതുകൊണ്ട് ആ തീർത്ഥയാഗത്തിൽ ഭാരതവർഷത്തിലെ ജനങ്ങളെല്ലാം അവിടേക്ക് പോയിരുന്നു. അതിൽ അക്രൂരൻ, വസുദേവൻ, ഉഗ്രസേനൻ, ഗദൻ, പിന്നെ സാംബൻ, പ്രദ്യുപ്നൻ എന്നിവരെല്ലാം തങ്ങൾക്കുള്ള പാപപരിഹാരത്തിനാക്കി അവിടെ പോയി. തങ്ങളും എല്ലാം കുറേ അധർമ്മികളെല്ലാം കൊന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ പാപപരിഹാരത്തിന് സുചന്ദ്രൻ, ശുഗൻ, പിന്നെ അവരെല്ലാം അനിരുദ്ധനോടുകൂടി കൃതവർമാവിനോടും കൂടി ദ്വാരകയുടെ രക്ഷക്കായി അവിടെ താമസിച്ചു. അവരെല്ലാം എന്നിട്ട് അവിടെ താമസിച്ചു. ഇനി 7-8 അപ്പൊ അവരെല്ലാം തേരുകളിലെല്ലാം അവിടെ ചെന്നിരുന്നത്. അപ്പൊ അവരുടെ വർണ്ണന നടത്തുകയാണ്. വിമാനത്തെ പോലെ തിളങ്ങുന്ന തേരിലെല്ലാം അവർ സഞ്ചരിച്ചിരുന്നത്. വെള്ളത്തിലെ തിരമാല നുര പോലെയുള്ള കുതിരകളിൽ അലറുന്ന ആനകളോടും കൂടി എല്ലാ ഭാര്യമാരോടും കൂടി എല്ലാമാണ്. വൃഷ്ണികളെല്ലാം ദേവന്മാരെ പോലെ അവിടെ ശോഭിച്ചു. അവരവിടെ കുളിച്ച് ഉപവാസം ചെയ്ത് വസ്ത്രങ്ങൾ, പൂമാലകൾ, സ്വർണമാലകൾ കൊണ്ട് അലങ്കരിച്ച പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. എല്ലായിടത്തും എന്തെങ്കിലും കർമ്മങ്ങളും ചെയ്യുമ്പം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും പശുക്കളെ. അപ്പോൾ എല്ലാം പശുക്കളെ എല്ലാം അലങ്കരിച്ചിട്ടാണ് കൊടുക്കുക. അല്ല കറവം പറ്റിയ പശുക്കളെയൊന്നുമല്ല കൊടുക്കുക. ബ്രാഹ്മണർക്കെന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധിമാന്മാർ. എപ്പോഴും എടുത്തു പറയുകയാണ്, ബുദ്ധിയുള്ള ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കണം. അവരാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നവർ, ശാസ്ത്രജ്ഞന്മാർ. അവർക്ക് പണത്തിൽ ചിന്തയില്ല. അപ്പം നമ്മൾ അറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. പിന്നെ അവർ പരശുരാമനാൽ നിർമ്മിതമായ തടാകങ്ങളിൽ സ്നാനം ചെയ്തു. പരശുരാമൻ ഉണ്ടാക്കിയ തടാകത്തിലെല്ലാം സ്നാനം ചെയ്തു. ശ്രീകൃഷ്ണ പരമാത്മാവിൽ നമുക്ക് ഭക്തി ഉണ്ടാകട്ടെ എന്ന സങ്കല്പത്തോടുകൂടി ബ്രാഹ്മണർക്ക് വിബുദ്ധ സംബന്ധമായ അന്നവുമെല്ലാം ദാനം ചെയ്തു. ശ്രീകൃഷ്ണ പരമാത്മാവിൽ നമുക്ക് ഭക്തി ഉണ്ടാകട്ടെ എന്ന സങ്കല്പത്തോടുകൂടി ബ്രാഹ്മണർക്ക് വിഭിന്നങ്ങളായ നല്ല ഭക്ഷണങ്ങളെല്ലാം ദാനം ചെയ്തു. 12-13. ശ്രീകൃഷ്ണനെ മാത്രം ദൈവമായി കരുതുന്ന വൃഷ്ണികൾ കൃഷ്ണനെ മാത്രമേ ഈശ്വരനായിട്ട് കാണുന്നു. അതായത് ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. അതാരാണ്? ശ്രീഹരിയാണ്. ശ്രീഹരിന്റെ രൂപമായിട്ട് കൃഷ്ണനെ കാണുന്നു. ആ ബ്രാഹ്മണന്മാരുടെ അനുവാദത്തോടെ തങ്ങളും യഥേഷ്ടം ഭക്ഷണം കഴിച്ച് മരങ്ങളുടെ അടിയിൽ വിശ്രമിച്ചു. അപ്പോൾ അവർ വന്നവരെല്ലാം നല്ലവണ്ണം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് സുഖമായിട്ട് വിശ്രമിച്ചു. പിന്നെ അവിടെ എത്തിയ സുഹൃത്തുക്കളും രാജാക്കന്മാരെയും സന്ദർശിച്ചു. അവിടെ പലവരും വന്നിട്ടുണ്ട്. അവിടെ വെച്ച് എല്ലാവരും കൂടിച്ചേരുന്നു. മത്സ്യദേശം, ഉശിനദേശം, കോസലദേശം, വിദർഭദേശം, കുരുവംശം, കാംബോജന്മാർ, കൈകേയന്മാർ,
മദ്രദേശത്തേക്ക്, കുന്തിദേശം, അനർത്ഥദേശം, കേരളത്തിലുള്ള ആളും അവിടെ ഉണ്ടായിരുന്നു എന്നീ ദേശങ്ങളിലുള്ളവരും വേറെ 100 കണക്കിന് രാജാക്കന്മാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ നന്ദഗോപാദികളും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഗോപികമാരും അവിടെ വന്നെത്തി. വളരെ കാലമായി കാണാത്തവർ, വളരെ കാലമായിട്ട് കാണാത്തവരാണ് എല്ലാവരും അവിടെ കൂടിച്ചേർന്നു. ഇത് ഏതുപോലെ നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ വെച്ചാണ് ആശയവിനിമയം നടക്കുന്നത്. പണ്ടും ഇങ്ങനെ ഒരു സ്ഥലത്ത് ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോകം 2 ധ്രുവമായി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. വാർസ രാഷ്ട്രങ്ങളും നാറ്റോ രാഷ്ട്രങ്ങളും. ഇങ്ങനെ ലോകം 2ആയി തിരിഞ്ഞെങ്കിലും അവർക്ക് കൂടിച്ചേരാൻ വേണ്ടി ആശയപരമായിട്ട് സംസാരിച്ചിട്ട് ഉണ്ടാക്കാതെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് UNO. നമുക്ക് ഈ കുരുക്ഷേത്രത്തെ UNO പോലെ ചിന്തിക്കാം. ഇന്നത്തെ നിലയിൽ കഥയിൽ നിന്ന് ആശയം എടുത്തിട്ട് ഇന്നത്തെ നിലയിൽ ഏതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് UNOന് സമാനമാണ്. കാരണം അതൊരു കുരുക്ഷേത്രം തന്നെയാണ്. അവിടെ വെച്ചിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് UNOയിൽ വെച്ചിട്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവർക്കെല്ലാം ഒത്തുകൂടി 2 നാറ്റോ വാർഷ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു യോഗ സ്ഥലമായിട്ട് UNO. എല്ലാ അടി കൂടുമ്പോഴും UNO പോയി പറയും. അതിനെ വലിയ വിലയൊന്നും ഇല്ലെങ്കിലും അവിടെ വെച്ച് തന്നെയാണ് എന്നാൽ പിന്നെ നമ്മൾ കാണാമെന്നെല്ലാം പറഞ്ഞിട്ട് പിരിഞ്ഞിട്ട് അടിപിടി കൂടുന്നത്. ആ തരത്തിൽ കണ്ടാൽ മതി. അങ്ങനെയുള്ളൊരു വേദി ഇവിടെ. ആ വേദി കുരുക്ഷേത്രം അത് കുരുക്ഷേത്രമാകാലോ. ആ സ്ത്രീജനങ്ങളും അന്യോന്യം കണ്ട് 15 പരസ്പരം സന്ദർശനം കൊണ്ടുള്ള സന്തോഷത്താൽ വികസിച്ച മുഖാവരണത്തോടും കണ്ണുകളിൽ ആനന്ദബാഷ്പങ്ങളോടും പുളകിതഗാത്രരായി മോഹന വാക്കുകളുടെ പരസ്പരം ആലിംഗനം ചെയ്തു. അവിടെ ഇഷ്ടപ്പെട്ട ജനങ്ങൾ തമ്മിൽ സ്ത്രീകളും എല്ലാം പരസ്പരം ആലിംഗനം ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് UNOയിൽ ചിലവർ കൂടി ചേർന്ന് നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം ആലിംഗനം ചെയ്യും. ഇപ്പുറത്ത് വാർസോ രാഷ്ട്രങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്യും. അതുപോലെ ഇവിടെയും കണ്ടുമുട്ടിയപ്പോൾ, കാരണം 2 ധ്രുവമായി തീർന്നിരിക്കുകയാണ് ലോകം. അതിലെ കൂടിച്ചേർന്നിട്ട് എല്ലാവരും കൂടിച്ചേർന്ന ഒരു വേദിയായിട്ട് ഇതിനെ കാണണം. അത് UNOന് സമാനം തന്നെയാണ്. സ്ത്രീജനങ്ങളും അന്യോന്യം കണ്ട് അതിസ്നേഹത്താലും മന്ദഹാസത്താലും പ്രീതി ഉളവാക്കുന്ന കണ്ണുനീരാലും കുങ്കുമച്ചാർത്തണിഞ്ഞ സ്ഥലങ്ങളെ അതേപോലെയുള്ള സ്ഥലങ്ങൾ കൊണ്ട് സമ്മർദ്ദിച്ച കൊണ്ട് കരങ്ങളാൽ ആശ്രയിച്ചു. സ്ത്രീകളും തമ്മിൽ കെട്ടിപ്പിടിച്ചാലാണ്. വേദവ്യാസൻ എപ്പോഴും പറയും ഇത്തരം കാര്യങ്ങളെല്ലാം പറയും. എന്താണ്? കുങ്കുമച്ചാർത്തണിഞ്ഞ സ്ഥാനങ്ങൾ അതേപോലെയുള്ള സ്ഥാനങ്ങളും തമ്മിൽ സമ്മർദ്ദപ്പെട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് വേദവ്യാസൻ ഇങ്ങനെ പറയുന്നത്? ഇടയ്ക്ക് അദ്ദേഹം വെറുതെ ഒന്നും ഇങ്ങനെ പറയൊന്നുമില്ല. ഇതിലൊന്നും നിങ്ങൾ ആത്മീയൊന്നും കാണേണ്ട ഒരു കാര്യമില്ല. ലോകത്തിലുള്ള സംഭവവികാസങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ ഭാഗവതത്തെ ആത്മീയത്തിൻ്റെ അങ്ങ് മലതറയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറേ പ്രസ്താവനകളൊക്കെ അടിക്കും. അതോടുകൂടി ഇടിയും. അതുകൊണ്ട് ആത്മീയ പ്രഭാഷണങ്ങളിലൊന്നും ഇതൊന്നും എടുത്ത് പ്രയോഗിക്കില്ല. കാരണം ആത്മീയ അങ്ങ് മൂത്ത് ഏതോ ലോകത്തിലെത്തുമ്പോഴാണ് ഇവിടെ സ്ഥാനങ്ങൾ തമ്മിൽ മുട്ടുന്നത്. വേദവ്യാസം അടിച്ചു വിട്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ അങ്ങ് കയറി പോകണ്ട. ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ തമ്മിലുള്ള ആശ്ലേഷിക്കുന്ന കാര്യം തന്നെയാണെന്ന് പറയാൻ വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹം വലിയ ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ ഇതിനെല്ലാം ആത്മീയതയിൽ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇടക്ക് കൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അതിൻ്റെ ഇടക്ക് കയറിയിട്ട് പറയും കൃഷ്ണൻ എന്ന് പറഞ്ഞത് നിർഗുണമായ ജനിക്കാതെ മറ്റേതാണെന്ന് ഇടക്കിടക്ക് അതിൻ്റെ ഇടക്ക് കയറ്റി വിടുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ കൃഷ്ണൻ അപ്പം തലയിലങ്ങ് കിടക്കും. കൃഷ്ണൻ്റെ രൂപം ഇങ്ങനെ വന്ന്
ഭക്തി മൂത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ വേദവ്യാസം പറയാ ഈ കൃഷ്ണൻ ജനിച്ചിട്ടുമില്ല, ജനിക്കാൻ പോകുന്നുമില്ല. ഇതെല്ലാം പണ്ടേ അതാണ്, നമ്മോ അത് തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ച് നേരെ മുകളിൽ നിന്ന് വലിച്ച് താഴത്തേക്ക് ഇടും. അത് തന്നെയാണ് ഇവിടെയും വെച്ച് കാറ്റിയിരിക്കുന്നത്. പിന്നെ പ്രായം കുറഞ്ഞവർ കൂടിയവരും കൂടിയവരെ അഭിസംബോധന ചെയ്ത് സ്വാഗതം പറഞ്ഞു. കുശല പ്രശ്നത്തിന് ശേഷം എന്ത് ചെയ്തു? പിന്നെ കൃഷ്ണനെ പറ്റിയുള്ള വൃത്താന്തങ്ങൾ അവർ പറയാൻ തുടങ്ങി. 18 കുന്തിദേവി തൻ്റെ സഹോദരന്മാരോടും അവരുടെ മക്കളോടും അച്ഛനമ്മമാരെയും സഹോദരന്മാരെയും അവരുടെ പത്നിമാരെയും കൃഷ്ണനെയും കണ്ട് സംഭാഷണത്തിലോടുകൂടി അവളുടെ സങ്കടം, ഇവരെല്ലാം കണ്ട ആ ഒരു ഇതിന് അവരുടെ സങ്കടമെല്ലാം അകറ്റി. എന്നിട്ട് കുന്തി പറഞ്ഞു, 19 ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ, ഞാൻ പുണ്യം ചെയ്യാത്തവളായി കരുതുന്നു. ഞാൻ ഒരു പുണ്യമില്ലാത്ത സ്ത്രീയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഏറ്റവും നല്ലവരായ നിങ്ങൾ നിങ്ങൾ നല്ലവരെല്ലാം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല, ജ്യേഷ്ഠനല്ല. പക്ഷേ നിങ്ങൾ ആപത്ത് കാലങ്ങളിൽ പോലും, നമ്മുടെ ആപത്ത് കാലങ്ങളിൽ പോലും എൻ്റെ കഥയെ ഓർക്കുന്നില്ലല്ലോ. എൻ്റെ കഷ്ടത ഞാനിവിടെ നരകിച്ചു ഇരിക്കുക. ഇതാണ് ആശയവിനിമയത്തിനുള്ളൊരു വേദിയായിട്ട്, ഇവർ തമ്മിൽ ആശയം പങ്കിടാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ കുരുക്ഷേത്രം. ഇവിടെ നിന്നുള്ള ആശയത്തിലൂടെയാണ് പിന്നെ മറ്റേ യുദ്ധമെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കാര്യമൊന്നും ഓർക്കുന്നില്ല. അവിടെ നല്ല സുവിഷമാണ്, അപ്പുറം ഇവിടെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് നീതിമാന്മാർ. അതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ല. ഏത് അപ്പുറത്തെ യദുവംശത്തിന്, ലോകത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നല്ല സുഖമായിട്ടിരിക്കുകയാണ്, ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. അതിനൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. എന്നിട്ട് സ്വയം അവള് ഒരു സത്യം പറയാണ്, യാതൊരാൾക്ക് വിധി അനുകൂലമല്ലല്ലോ. ആ സമയത്ത് അയാളുടെ സ്നേഹിതരും ബന്ധുക്കളും പുത്രന്മാരും സഹോദരങ്ങളും അച്ഛനമ്മമാരും കൂടി സ്വജനത്തെ ഓർക്കാറില്ല. ഒരാൾക്ക് മോശം സമയമാകുമ്പോൾ ആരും, അച്ഛനമ്മമാർ പോലും ഒരാളും അവരെ ഓർക്കാറില്ല. അത് നമ്മളുടെ ഒരു പ്രപഞ്ച നിയമമാണ്. നമ്മൾ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുമ്പോഴാണ്. ആ മോശമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. കാരണം ഗ്രഹങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവന് കഷ്ടകാലം വേണോ നല്ല കാലം വേണോ. കഷ്ടകാലമാകുമ്പോഴും ഒന്നും കഷ്ടം പിടിച്ചവർ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവൂ. ആ സമയത്താണ് നമ്മൾ വല്ല ജ്യോത്സ്യന്മാരെല്ലാം കണ്ടാൽ അയാളും കൂടിയിട്ടുള്ള പാപം കൂടെ ഉള്ള സ്ഥലമെല്ലാം വിറ്റിട്ട് പൂജയും മന്ത്രവും ചെയ്തിട്ട് ഉള്ള പൈസയും കൂടി നമ്മളെ കൊണ്ട് നശിപ്പിക്കും. നമ്മളെ കഷ്ടകാലം വരുമ്പോൾ എല്ലാം ഈ മോശം ഗൃഹം നമ്മളടുത്ത് വരുന്നത് ഇത്തരം ആളുകളിലൂടെയല്ലായിരിക്കും. അവരുള്ള അതും ഇതുമെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ചിലപ്പോൾ നമ്മളെ ജീവൻ പോലും ചിലവർ കണ്ടിട്ടില്ലേ, കഷ്ടകാലത്തിൽ ഓരോ ആളുടെ വാക്കും കേട്ടിട്ട് അവസാനം സ്വത്തുമെല്ലാം മേടിച്ച് അവസാനം അയാളെ അവരെ തല്ലിപ്പൊക്കുകയും ചെയ്തെന്ന് വരും. ഇതെല്ലാം നമ്മൾ പത്രത്തിൽ കാണുന്നതാണ്. അതുകൊണ്ട് കഷ്ടകാലത്തിൽ ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് വല്ലവരെയും അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും പാരയായിട്ട് നമ്മളെ മാറിയെന്ന് വരും. അപ്പം കഷ്ടകാലത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇതെൻ്റെ സമയം ശരിയല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചെയ്യുന്നതെല്ലാം അനർത്ഥത്തിലേക്ക് പോകും. നമ്മളെ ബുദ്ധി ശരിക്കും നിൽക്കില്ല. ആ ഒരു കാര്യമാണിവിടെ പറയുന്നത്. സ്വജനങ്ങളെ ഓർക്കില്ല. അപ്പോൾ വാസുദേവൻ പറയുകയാണ് 21. ആരാണ്? കൃഷ്ണൻ തന്നെ ഇത് കേട്ടപ്പോൾ പറയുകയാണ്, വത്സേ, ഈശ്വരൻ്റെ കയ്യിലെ കളിപ്പാവയായിരിക്കുന്ന ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്.
ഈശ്വരന്റെ കയ്യിലെ കളിപ്പാവയാണ് ഈ ഞാൻ എന്ന കൃഷ്ണൻ. കൃഷ്ണൻ തന്നെ പറയുകയാണ്, ഞാനെല്ലാം ആ നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. എപ്പോഴെന്ത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പേ എനിക്ക് ചെയ്യാൻ പറ്റൂ. കൃഷ്ണൻ തന്നെ പറയുകയാണ്. കൃഷ്ണൻ തന്നെ ഹെൽപ്ലെസ് ആണ്. നിങ്ങളെ ഇപ്പം ചെയ്യാൻ എനിക്ക് ഒരു ചുക്കും പറ്റില്ല. ഞാനെല്ലാം ആ ശ്രീഹരിയുടെ ആ നിർഗുണ ബ്രഹ്മത്തിൻ്റെ കയ്യിലെ കളിപ്പാവയാണെന്ന് കൃഷ്ണൻ പറയുന്നു. പിന്നെ കൃഷ്ണന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് കഷ്ടകാലത്തിൽ നമ്മൾ സംയമനം പാലിക്കുക. വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് പൈസ കൊണ്ട് കളയാമെന്നല്ലാതെ ഒരു ചുക്കും നടക്കില്ല. കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ സമയം മോശമാണെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്തിയാൽ കൃഷ്ണൻ പറയോ എന്താ പറയുക? വത്സേ, ഈശ്വരൻ്റെ കയ്യിലെ കളിപ്പാവയായിരിക്കുന്ന ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറയും, വത്സേ, ഈശ്വരൻ്റെ കയ്യിലെ കളിപ്പാവയായിരിക്കുന്ന ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. കാരണം ലോകം ഈശ്വരൻ്റെ അധീനതയിൽ പ്രവർത്തിക്കപ്പെടുന്നു. കാലമാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. നിന്നെയും ആ കഷ്ടകാലത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. നീ പോയേ പറ്റൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൃഷ്ണൻ കൈമലർത്തുന്നു. പക്ഷേ പറയുന്നുണ്ട്, ഇന്ന സമയത്തൊന്നും നീ പോയി ഓനെ രക്ഷിച്ചു. അപ്പം കൃഷ്ണൻ വരും, രക്ഷിക്കും. അല്ലാതെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. 22 സഹോദരി കംസനാൽ കണക്കിലധികം ഉപദ്രവിക്കപ്പെട്ടിരുന്ന ഞങ്ങളെല്ലാം ദിക്കുകൾ തോറും പാഞ്ഞു നടക്കുകയായിരിക്കുന്നു. സഹോദരി കംസനെ കൊണ്ട് കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം ദിക്കുകൾ തോറും പാഞ്ഞു നടക്കുകയായിരുന്നു. അല്ലാതെ ജനിച്ചപ്പാട് തന്നെ പോയിട്ട് ഒരു ഷൂല എടുത്തിട്ട് ഷൂ എന്നങ്ങായിട്ട് അയച്ചു കഴിഞ്ഞാൽ സുദർശന ചക്രം എടുത്തിട്ട് ഒരൊറ്റ കംസന്റെ തല തെറിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ കൃഷ്ണന്? ബാക്കിയെല്ലാം എടുത്തിട്ട് സുദർശന ചക്രം കയ്യിലില്ലേ, കുട്ടീൻ്റെ കയ്യിൽ പറഞ്ഞ വേദവ്യാസന് എഴുതാൻ വലിയ പടിയാണോ? കംസൻ അവിടെ കിടന്നിട്ട് ഒരു സുദർശന ചക്രം എടുത്തിട്ട് കൃഷ്ണന്റെ മറ്റേ കംസന്റെ തലയും വെട്ടി ആ സുദർശന ചക്രം പോയിട്ട് ജയിലറി എല്ലാം കൊന്ന് അതിൻ്റെ ചങ്ങലയും കുറിച്ചിട്ട് തിരിച്ചു വന്നു എന്നെല്ലാം പറയാൻ വേദവ്യാസൻ എന്താ എഴുതാൻ പറ്റാതാണ് പറയുകയാണ്. കംസനാൽ സഹോദരി എന്നെല്ലാം വിളിക്കും. നിങ്ങൾ എന്ത് വഴിപാട് നടത്തിയാലും സഹോദരി എന്ന് വിളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഥയിലാണ്, വിളിക്കൂല്ല. സഹോദരി കംസനാൽ കണക്കിലധികം ഉപദ്രവിക്കപ്പെട്ടിരുന്ന ഞങ്ങളല്ല, ഞങ്ങൾ പോലും അന്ന് ദിക്കുകൾ തോറും പാഞ്ഞു നടക്കുകയായിരുന്നു. ഈയിടെ മാത്രമാണ് ദൈവത്താൽ വീണ്ടും സ്ഥാനത്തേക്ക് എത്തിക്കപ്പെട്ടത്. ഇപ്പോൾ മാത്രമാണ് ദൈവത്താൽ, ഈശ്വരനാൽ, അല്ലാതെ ഞാനല്ല, ഈശ്വരൻ എന്നിലൂടെ ചെയ്തു. സമയത്തുമ്പോൾ അപ്പം സമയത്തുമ്പോൾ ജ്യോതിഷത്തിൽ സമയം നല്ലതാകുമ്പോൾ എല്ലാ കാര്യവും നടക്കും. വഴിപാട് നടത്തിയാൽ നമ്മൾ വിചാരിക്കും നല്ല സമയം വരുമ്പോൾ ഇത് വഴിപാട് നടത്തിയോണ്ടാണ്. ഒരു ലുക്കുമല്ല, നടക്കേണ്ട സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. 23 ശുഗൻ പറയുകയാണ്, ആ രാജാക്കന്മാർ വസുദേവർ, ഉഗ്രസേനൻ മുതലായ യാദവന്മാർ സൽകൃതരായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദർശന നിമിത്തമുണ്ടായ പരമാനന്ദത്താൽ സുഖം ലഭിച്ചവരായി. കൃഷ്ണനെ കണ്ടുകൊണ്ടുള്ള ഇതിൽ പരമാനന്ദം ലഭിച്ചു. 24, 25, 26, 27 ഭീഷ്മർ, അവിടെ ആരെങ്കിലും ഉണ്ട്? ഭീഷ്മർ, ദ്രോണർ, ധൃതരാഷ്ട്രർ, സൃഞ്ജയൻ, വിദുരൻ, കൃപാചാര്യർ, കുന്തിഭോജൻ, വിരാട് ദശി, ഇങ്ങനെ കുറേ രാജാക്കന്മാരുടെ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനിവിടെ കയറിയിട്ട് വെറുതെ പറയുന്നില്ല. വേറെ പല രാജാക്കന്മാർ, യുധിഷ്ഠിരനെ അനുസരിച്ചു നിൽക്കുന്നവർ, അവരും ശ്രീദേവിയുടെ ഇരിപ്പിടവും
ഭക്തിമാരോട് ചേർന്നിരുന്നവരുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവുടലിനെ കണ്ട് വിസ്മയിച്ചു. അവിടെ നിന്നവരല്ല, ഈ കണ്ട രാജാക്കന്മാരെല്ലാം ശ്രീദേവിയുടെ ഇരിപ്പിടം എവിടെയാണ്? ശ്രീകൃഷ്ണന്റെ നെഞ്ഞത്ത്. പിന്നെ എന്തുണ്ട്? കുറേ ഭക്തിമാരുകൊണ്ട് ചുറ്റും. ഈ ഭക്തിമാരോടെല്ലാം ചേർന്നവരായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവുടലിനെ കണ്ടിട്ട് അർത്ഥം വിട്ട് നിന്നു. 28 രാമകൃഷ്ണനാൽ ആദരിക്കപ്പെട്ട അവർ ശ്രീകൃഷ്ണനാൽ സ്വീകരിക്കപ്പെട്ടവരായ യാദവരെ പാടിപ്പുയർത്തി. അവരെല്ലാം ശ്രീകൃഷ്ണനാൽ സംരക്ഷിക്കപ്പെടുന്ന യാദവരെ, ഏതാണ് ലോകത്തിൻ്റെ മധ്യഭാഗത്തുള്ള ആ യാദവ വംശത്തിലെ അവരെ പാടിപ്പുയർത്തി പ്രശംസിച്ച അവരുടെ ഒരു നല്ല കാലമെന്ന്. ആഹോ ഉഗ്രസേന മഹാരാജാവേ, ഈ ലോകത്തിൽ അങ്ങ് മാത്രമാണ് സാഫല്യം ലഭിച്ചത്. അപ്പൊ ആ രാജ്യത്തിന്റെ തലവനായി തിരിച്ചിരിക്കുന്ന ആരാണ്? ഉഗ്രസേനാണ്. അങ്ങാണ് സാഫല്യം ലഭിച്ചിരിക്കുന്നത്. കാരണം യോഗികൾക്ക് പോലും ലഭിക്കാത്ത ശ്രീകൃഷ്ണനെ ഇടതടവില്ലാതെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോഴും കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കഥയിൽ കൃഷ്ണൻ അവിടെയാണെങ്കിലും കൃഷ്ണന്റെ ലോകമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കൃഷ്ണന്റെ സാമീപ്യം. കൃഷ്ണൻ ആരാണ്? കാലമാണ്. ആ കൃഷ്ണനാകുന്ന കാലം ഉണ്ടാക്കിയ ലോകമാണ് യാദവരുടെ വംശത്തിലെ അനുഭവപ്പെടുന്നത്. സ്വർഗസമാനമായ ഒരു ലോകം. അവിടെ എപ്പോഴും ഈശ്വരൻ്റെ സ്വാധീനമുണ്ട്. ഇവിടെ എന്തില്ല? ആ ഈശ്വരൻ്റെ സ്വാധീനം ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് ലോകം ഇങ്ങനെ 2 ധ്രുവമായിട്ട് മാറിയിരിക്കുന്നുണ്ട്. ഇനി 30-31 യാതൊരാളുടെ കീർത്തി വേദത്തിൽ സ്തുതിക്കപ്പെടുകയെന്നുവോ? വേദത്തിലൂടെ സ്തുതിക്കുന്നത്, വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിനടിസ്ഥാനമാക്കിയുള്ള ശരിയായ ലോകം എവിടെയാണുള്ളത്? യാദവരുടെ അവിടെ. കാൽ കഴുകിയ ജലം ഗംഗയായിട്ടും വചനം ഗീതയായിട്ടും ഗീതമാകുന്ന ശാസ്ത്രമായിട്ടും ഈ ലോകം പരിശുദ്ധമാക്കുന്നുവോ? കാലത്താൽ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴും യാതൊരാളുടെ പാദസ്പർശം മൂലം വീണ്ടും ശക്തരാകുന്നുവോ? നമുക്ക് ആ ദേശക്കാർക്ക് സന്തുഷ്ടിയും ചൊരിയുന്നുവോ? ആ ഭഗവാന്റെ ദർശനം, അനുഗമനം, ഭാഷണം, ശയനം, സരസ സംഭാഷണം, വിവാഹബന്ധം, സഗോത്രബന്ധം എന്നിങ്ങനെയുള്ളത് നരകമാർഗത്തിൽ വർത്തിക്കുന്ന നിങ്ങൾക്കുണ്ടായി ഗൃഹത്തിൽ സ്വർഗമോക്ഷത്തിലുള്ള ആഗ്രഹം അവസാനിപ്പിക്കാൻ ശ്രീ മഹാവിഷ്ണു സർണത്താൻ അവതരിച്ചു. അപ്പോൾ വേദത്തിൽ എന്തെല്ലാമാണോ പറയുന്ന വിഭാവനം ചെയ്ത ലോകം, ശാസ്ത്രത്താലെല്ലാം വേദം വിഭാവനം ചെയ്യുന്ന ഒരു വസുദേവ കുടുംബമാണ് എവിടെ ഉണ്ടായിരിക്കുന്നത്? ആ യാദവ വംശത്തിലെ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് അത് ഏതുപോലെ? ഗംഗ കാൽ കഴുകിയ ജലം, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന കാൽ കഴുകിയ ജലം ശുദ്ധമാക്കുന്നത് പോലെ ആ ദേശം, അതായത് അത്രയും ശുദ്ധമാണ്. ഗീതാവചനം, ശാസ്ത്രവചനങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോകമാണ് അവിടെ ഉള്ളത്. ആ ഗീതാവചനം എങ്ങനെ ലോകത്തെ ശുദ്ധമാക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, ഗീതാവചനം ശുദ്ധമാക്കുന്നത് പോലെ ഗീതയിലെ വചനങ്ങൾക്കനുസരിച്ച ഒരു ലോകമാണ് അവിടെ വർത്തിക്കുന്നത്. കാലത്താൽ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴും, കാലം എന്ന് പറയുന്നത് എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്. അത് വേദം ആദ്യം തൊട്ട് തന്നെ പറയുകയാണ്, മോക്ഷം ലഭിച്ചാൽ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ. കാലം എപ്പോഴും
നമുക്ക് കഷ്ടപ്പാട് തന്നെയാണ് എപ്പോഴും. പക്ഷെ അങ്ങനെയുള്ള കഷ്ടപ്പാടിനടക്കും ഒരു സുന്ദരമായ ലോകം അവിടെ കുറച്ചു കാലത്തേക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കും ഉണ്ടാകും. മഹാഭാരത യുദ്ധത്തിന് ശേഷം, മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം കുറച്ചു കാലത്തേക്ക് ആ സൗഭാഗ്യം നമുക്കും കിട്ടും. കുറച്ചു കാലത്തേക്ക്. കാരണം കാലം അങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും നമ്മളെ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ലോകാവസാനമാകുമ്പോൾ കർമ്മങ്ങളെല്ലാം തീരും. ഇപ്പം നല്ലൊരു ലോകം ഉണ്ടാകും. കുറച്ചു കാലം നമുക്ക് അനുഭവിക്കാം. ഇപ്പോൾ അതിനു മുമ്പിൽ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അത് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കൃഷ്ണൻ. അതെന്തുകൊണ്ടാണ്? യാതൊരാളുടെ പാപസ്പർശം മൂലം വീണ്ടും അവരെന്തായി കുറച്ചു കാലത്തേക്ക് സുഖമായിട്ട് താമസിക്കുകയാണ് അവിടെയുള്ളവർ. സർവശ്രേഷ്ഠയും എല്ലാം ചൊരിയുന്നു. അവിടെ എന്തുണ്ട്? ഭഗവാന്റെ ദർശനമുണ്ട്, അനുഗമനമുണ്ട്. എപ്പോഴും അവിടെ ഈശ്വരൻ്റെ സാമീപ്യമുണ്ട് ആ ലോകത്തിൽ കുറച്ചു കാലത്തേക്ക്. പിന്നെയോ ഭാഷണമുണ്ട്, ശയനം, അതെല്ലാം പിന്നെ സംഭാഷണം, വിവാഹബന്ധങ്ങൾ. അവിടുത്തെ വിവാഹബന്ധങ്ങളെല്ലാം എല്ലാം സ്നേഹത്തോടു കൂടിയുള്ള വിവാഹബന്ധത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിച്ചിട്ട് താമസിക്കുന്നു. മറ്റുള്ളവരൊന്നും അച്ഛനമ്മയല്ല ആരും അതിലേക്ക് ഇടപെടുന്നില്ല. സഗോത്ര സംബന്ധം. അവരെല്ലാം ഒരൊറ്റ ഗോത്രം മാതിരിയാണ് ജീവിച്ചു പോവുക. എന്നെങ്ങനെയുള്ളത് നരകമാർഗത്തിലെല്ലാം സഞ്ചരിക്കുന്ന അവർക്കുണ്ടായിട്ടുണ്ട്. അവരും കഷ്ടപ്പെട്ടിട്ടെല്ലാം തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അവിടെയാണ് ശ്രീ മഹാവിഷ്ണു തന്നെത്താൻ അവതരിച്ചിരിക്കുന്നത്. ആദ്യം ആ യദുവംശത്തിലാണ് കൃഷ്ണൻ്റെ ഈ ഒരു ലോകം ഉണ്ടായിരിക്കുന്നത്. ഇനി 32 നന്ദഗോപർ കൃഷ്ണൻ മുതലായവർ കുരുക്ഷേത്രത്തിൽ വന്നതറിഞ്ഞ് കാണാനുള്ള മോഹം കൊണ്ട് വണ്ടികളിൽ സാധനങ്ങളെല്ലാം കയറ്റി, അപ്പോൾ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലെ സാധനമെല്ലാം വലിച്ചു കയറ്റി ഗോപന്മാരോടുകൂടി അവിടേക്ക് ചെന്നു. നന്ദഗോപുരം എല്ലാം അവിടെ എത്തി. ഇനി 33 അവയവങ്ങൾക്ക് പ്രാണൻ ജീവൻ പ്രാണൻ നൽകുന്നത് പോലെ തളർന്നു കിടക്കുന്നതിനെ പെട്ടെന്ന് പ്രാണൻ ആക്റ്റീവായി കഴിഞ്ഞാൽ ജീവൻ ആക്റ്റീവാകുമ്പോൾ തളർന്നു കിടക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബോധം വരും. അപ്പോഴെല്ലാ അവയവങ്ങളും ആക്റ്റീവാകും. അതുപോലെ അദ്ദേഹത്തെ കണ്ട് സന്തുഷ്ടരായി ദീർഘകാലത്തിന് ശേഷം കണ്ട അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അവരെല്ലാം ദീർഘകാലം കഴിഞ്ഞിട്ട് കാണുന്നതായതുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. വസുദേവൻ കംസനാൽ ചെയ്യപ്പെട്ട ഉപദ്രവങ്ങളെയും നന്ദഗോകുലത്തിൽ തൻ്റെ പുത്രന്മാരെ സംരക്ഷിതരായി വെച്ചിരിക്കുന്നതും മറ്റും ഓർത്തുകൊണ്ട് ആലിംഗനം ചെയ്തു. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വസുദേവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. കൃഷ്ണനും ബലരാമനും അച്ഛനമ്മമാരെ അഭിവാദ്യം ചെയ്ത് കെട്ടിപ്പിടിച്ച ശേഷം സ്നേഹാശ്രുക്കളാൽ ഒന്നും പറയുവാനായില്ല എന്ന് പറയുകയാണ്. അച്ഛനമ്മമാരെ കണ്ടിട്ട് സ്നേഹാശ്രുക്കൾ ഉള്ളത് കൊണ്ട് അവർക്ക് കൃഷ്ണനും ബലരാമനും പോലും ഒന്നും പറയാൻ പറ്റിയില്ല. യശോദ ദേവിയാകട്ടെ ആ 2 പുത്രന്മാരെയും തൻ്റെ മടിയിൽ കയറ്റിയിരുത്തി ആശ്ലേഷിച്ചു, സങ്കടം തീർത്തു. യശോദാദേവി മക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ആശ്ലേഷിച്ചുകൊണ്ട് സങ്കടം തീർത്തു. ഇനി 37 അനന്തരം രോഹിണിയും ദേവകിയും യശോദയെ ആശ്ലേഷിച്ചുകൊണ്ട് അവർ ചെയ്ത പണ്ട് കാലത്ത് ബന്ധുക്കൾ എന്ന നിലയിൽ പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ടല്ലോ, അത് ഓർത്തുകൊണ്ട്
യശോദയെ ആശ്ലേഷിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറയുന്നത്? ഗോകുല നായികെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ദേവേന്ദ്രന്റെ ഐശ്വര്യം എല്ലാം, ദേവേന്ദ്രൻ അവിടെ ഇരിക്കുന്ന ആ ദേവലോകത്തിലെ രാജാവ് ഇരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയാൽ പോലും, ഇവർക്ക് കിട്ടിയാൽ പോലും, യശോദക്ക് കിട്ടിയാൽ പോലും അത് ഒരു പ്രത്യുപകാരമാകാൻ പറ്റില്ല. പണ്ട് നിങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളന്ന് ചെയ്ത ഉപകാരത്തിന് ഒരു പ്രത്യുപകാരവുമാകില്ല. നിങ്ങൾക്ക് എന്ത് ഐശ്വര്യം കിട്ടിയാലും അന്ന് ചെയ്ത ത്യാഗത്തിന് ഒരു പ്രത്യുപകാരം ആർക്കും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ ത്യാഗമാണെന്ന് ചെയ്തത്. എന്നിട്ട് പറയുകയാണ് 39, അല്ലയോ പ്രിയ സഖി, അമ്മയും അച്ഛനും കൂടിയിട്ട് ഈ രണ്ടു പേരെയും, അതായത് രാമനെയും ബലരാമനെയും കൃഷ്ണനെയും നിങ്ങളെ അച്ഛനമ്മമാരായിക്കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് സ്വന്തം മക്കളെപ്പോലെ ജാതക കർമ്മവും വളർത്തുകയെല്ലാം ചെയ്തിട്ട് ഭയപ്പാടകറ്റി. ഇവരുടെ കൂടെ ആയിരുന്നുവെങ്കിൽ കംസൻ കൊന്നു കളയുകയായിരുന്നു. അതുകൊണ്ട് അവരെടുത്തായതുകൊണ്ട് അവരെടുത്തുകൊണ്ട് നമുക്കെന്തില്ല, ഭയപ്പാടൊന്നും ഇല്ലാതെ വസിച്ചു. കണ്ണുകൾക്ക് ഇമകൾ പോലെ, കണ്ണിൻ്റെ ഇമകൾ കണ്ണുകളെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ അവരെ കാത്തു സംരക്ഷിച്ചു. സജ്ജനങ്ങൾക്ക് അന്യനെന്നും തൻ്റേതെന്നും എന്നുള്ള വ്യത്യാസം ഇല്ല. സജ്ജനങ്ങളാകുമ്പോൾ തൻ്റെ മക്കള് അന്യൻ്റെ മക്കളെന്നൊന്നുമില്ല, എല്ലാവരെയും പോലെ കാണും, എന്നിട്ട് സംരക്ഷിക്കും. 40 ശ്രീസുഖൻ പറയുകയാണ്, ഗോപികമാരെല്ലാവരും ഏതൊരാളെ കാണുമ്പോൾ കണ്ണുകളിൽ ഇമകൾ ഉണ്ടാക്കിയ സൃഷ്ടികർത്താവിനെ ശപിച്ചിരുന്നുവോ? ഗോപികമാർക്ക് കൃഷ്ണനെ കാണുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം കണ്ണിങ്ങനെ ഇടയ്ക്ക് ഇമ ചിങ്ങുമല്ലോ, അതുകൊണ്ട് സൃഷ്ടികർത്താവിനെ ശപിച്ചു. പണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ്, കാരണം ആ സമയം കാണാൻ പറ്റുന്നില്ല. ആ പ്രിയതമനായ കൃഷ്ണനെ ഏറെ കാലം കഴിഞ്ഞതിൽ പിന്നെ കണ്ടപ്പോൾ കണ്ണുകളിൽ കൂടെ നോക്കിയിട്ട് മതിവരോളം ആലിംഗനം ചെയ്തു. യോഗികൾക്ക് പോലും സുദുർലഭമായ തന്മയത്വത്തെ പ്രാപിച്ചു. യോഗികൾ എന്താണ്? ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നത് പോലെ ആ അവസ്ഥയിൽ അവർ ആ ശ്രീകൃഷ്ണനിൽ ലയിച്ചിരിക്കുന്നു. അവരുടെ പ്രത്യേകത അങ്ങനെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് സന്യാസമൊന്നും സ്വീകരിക്കണ്ട. ആ ശ്രീകൃഷ്ണൻ ആ ഗോപികമാരെ ഏകാന്തമായ ഒരിടത്ത് ചെന്നുകൊണ്ട് അവരെ ആലിംഗനം ചെയ്തു. അവരെല്ലാം ദൂരെ ഒരു ഏകാന്തമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആലിംഗനം ചെയ്തു. അതിപ്പം എല്ലാവരും കൂടിച്ചേർന്ന് ഒത്തുചേരാനോ ഒരു അവസരം വരുമ്പോൾ കുറേ കാലം കാണാത്തവരാകുമ്പോൾ അവരവരുടെ ഏതെങ്കിലും ഒരു മൂലക്കെല്ലാം പോയിട്ട് ആലിംഗനം ചെയ്തു. എല്ലാം കൃഷ്ണന്മാർ തന്നെയാണ്, എല്ലാം രാധയെല്ലാം മറ്റേ രുക്മിണിയായിട്ട് കണ്ടോളണം. പിന്നെ ക്ഷേമങ്ങളെല്ലാം അന്വേഷിച്ച ശേഷം പുജ്ജലി നോക്കിക്കൊണ്ട്, കാരണം ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഇവർ തന്നെ വലിയ ഇഷ്ടമുള്ള ആൾക്കാർ കാണുമ്പോൾ വേറെ എവിടെയെങ്കിലും ഏകാന്തമായ സ്ഥലത്ത് അങ്ങനെ മാറിയിട്ട്, അല്ല സിനിമയിലെല്ലാം അങ്ങനെയെല്ലാം കണ്ടിട്ടില്ലേ, അതുപോലെയുള്ള അവതരണമാണ് ഇവിടെയും ഉള്ളത്. എന്നിട്ട് സ്നേഹാന്വേഷണങ്ങളെല്ലാം ചോദിച്ചതിൻ്റെ ശേഷം പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സ്നേഹിതകളെ, സ്വന്തം ആളുകൾക്ക് വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുവാനുള്ള ആഗ്രഹത്താൽ എനിക്ക് കുറേ ജോലിയുണ്ട്. സ്വന്തം ആളുകൾക്കെല്ലാം പലതും ചെയ്തുകൊണ്ടിരിക്കും. സ്ത്രീകളെ മാരിപ്പോലൊന്നുമല്ല പുരുഷന്മാരുടെ കാര്യം. പുരുഷന്മാർക്ക് പല കാര്യങ്ങൾ എന്തെല്ലാം എവിടെയെല്ലാം പോയിട്ട് പാര വെക്കാനുണ്ട്. സ്ത്രീകൾക്ക് അതൊന്നുമില്ലല്ലോ. സ്ത്രീകൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ കിട്ടിയിരിക്കണം എന്നാണ്. അങ്ങേർക്കാണെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്ന പല ലോക കാര്യങ്ങൾ അവിടെ കിടക്കണം, ഇവിടെ മറ്റേത് കെട്ടണം, ഇത് കെട്ടണം, ഇങ്ങനെ പല കാര്യങ്ങളാണ്. പിന്നെ പാരവൂപ്പ് അതിൻ്റെ കൂടിയുണ്ട്, വേറെയും കണ്ടുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. അപ്പം സ്വന്തം ആളുകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ. പക്ഷേ കൃഷ്ണനാണെങ്കിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ലോകം നിറച്ചുകൂടി നടക്കുകയാണ്.
ചെയ്തു കൊടുക്കുവാനുള്ള ആഗ്രഹത്താൽ നിങ്ങളെ പിരിഞ്ഞു പോയവനും, അതുകൊണ്ടാണ് നിങ്ങളെ പിരിഞ്ഞു പോയേണ്ടി വന്നത്. നിങ്ങളിവിടെ ഇരുന്നിട്ട് പൂജ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ എല്ലാ ലോകം മുഴുവൻ ഇരുന്ന് വിളിക്കുകയാണ്. ഈ ലോകമല്ല, 7 ലോകമുണ്ട്. 7 ലോകത്തിനും കോടിക്കണക്കിന് ഭൂമിയുണ്ട്. അവിടെയെല്ലാം ഇരുന്ന് വിളിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഞാൻ ഒറ്റ ഒരുത്തനല്ലേ ഉള്ളു പോകുന്നത് വിളിക്കുക. അപ്പം നിങ്ങൾ ഇവിടെ കിടന്നിട്ട് വിളിച്ചാൽ എവിടെ നടക്കാനാണ്? അങ്ങനെ നിങ്ങളെ പിരിഞ്ഞു പോയവനും തിരിച്ചു വരുവാൻ വൈകിയവനുമാണ്. കുറച്ച് തിരിച്ചു വരാൻ എത്ര ജോലിയാണ്. എല്ലാവരും കിടന്ന് വിളിക്കുകയല്ലേ. ശത്രുക്കളെ ഒടുക്കുന്നതിൽ മനസ്സ് വെച്ചവനുമായി എന്നെ നിനക്കാറുണ്ടോ? ഞാനാണെങ്കിൽ ശത്രുക്കളെല്ലാം, ലോകത്തിലുള്ള അധർമ്മികളെല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുത്തനല്ലേ ഒരു ഓടി നടക്കുകയാണ്, അധർമ്മികളെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എന്നെ നിങ്ങൾ ഓർക്കാറുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇവൻ നന്ദി കെട്ടവനാണെന്നുള്ള തോന്നൽ കൊണ്ട്, അതായത് ആ കാര്യം കഴിഞ്ഞപ്പോൾ എന്നുള്ള നിലയിൽ സംസാരിക്കുമല്ലോ. ഇവൻ നന്ദി കെട്ടവനാണെന്നുള്ള തോന്നൽ കൊണ്ട് എന്നെ നിങ്ങൾ വെറുക്കാറുണ്ടോ? നിങ്ങളെപ്പോഴും അങ്ങനെ വെറുക്കാറുണ്ടോ? കാരണം എനിക്ക് കുറേ ജോലിയുണ്ട്. പിന്നെയോ ജീവികളെ ഈശ്വരൻ ഒരിടത്ത് ചേർക്കുന്നു. ഇതൊന്നും ഞാനല്ല, ഈശ്വരൻ എന്നെ പിടിച്ചിട്ട് ഓരോ സമയത്ത് ചേർക്കും. പിന്നെ കൊണ്ടുപോയിട്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഈശ്വരനാണ്, ശ്രീഹരിയാണ് എന്നെ കൊണ്ട് ഇതത്രയും ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നിസ്സഹായനാണ്. കൃഷ്ണൻ എന്ന് പറയുകയാണ്. ഒരു കാലത്ത് ഈശ്വരൻ കൊണ്ടുപോയിട്ട് ബന്ധം ഉണ്ടാക്കും, കല്യാണം കഴിപ്പിക്കും. പിറ്റേത്തെ ദിവസം യുദ്ധക്കാലത്തിൽ അവിടെ യുദ്ധം പൊട്ടും, മോളിന്ന് ഓർഡർ വരും, ഉടനെ യുദ്ധസ്ഥലത്തേക്ക് വന്നോളണം. ഇതെല്ലാം ഈശ്വരനാണ് തീരുമാനിക്കുന്നത്, കൃഷ്ണന്റെ കാര്യമടക്കം. ഇത് നമ്മളെല്ലാം കാര്യം തന്നെയാണ്. നമ്മളെല്ലാം കൃഷ്ണന്മാർ തന്നെയാണ്. ഈ പറയുന്നതെല്ലാം നമുക്ക് ബാധകമാണ്. ഇതെല്ലാം ചിന്തിക്കണം. സ്ത്രീകൾക്ക് വെറുതെ ഇവിടെ ഇരുന്നിട്ട് എപ്പോഴും ഇങ്ങനെ അത് നടക്കുന്ന കാര്യമാണ്. എന്തെല്ലാം ജോലികളുണ്ട്. ജീവികളെ ഈശ്വരൻ ഒരിടത്ത് ചേർക്കുന്നു, പിരിച്ചു വിടുകയും ചെയ്യുന്നു. അതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ വാസ്തവം അതാണ്. ആ ഈശ്വരൻ, നിങ്ങൾ വിചാരിക്കും ഞാനാണ് ശ്രീകൃഷ്ണൻ, ഞാനാണ് എല്ലാത്തിൻ്റെ അധികം. ഞാൻ ഒന്നുമല്ല. ഞാൻ ഈ പറയുന്ന ഞാനല്ലേ, കൃഷ്ണന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്. കൃഷ്ണൻ പറയുകയാണ് ഞാൻ ഒന്നുമല്ല, ആ ഈശ്വരനാണ് എന്നെ കൊണ്ട് നിങ്ങളെപ്പോലെ ചേർപ്പിക്കുന്നതും പിന്നെ വലിച്ചേട്ടി വേർപെടുത്തുന്നതും. അതാണ് വാസ്തവം. ഇനി 44 ഇത് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. കാർമേഘത്തെയും പുല്ലിനെയും പഞ്ഞിയെയും മണൽപ്പൊടിയെയും കാറ്റ് എങ്ങനെയാണോ അടിച്ചു ഒരുത്തിയിൽ കൂട്ടുന്നത് അതുപോലെ കൂട്ടും. എന്നിട്ട് അടുത്ത നിമിഷം എന്ത് ചെയ്യും? വിശ്വസൃഷ്ടാവ് എന്നിട്ട് അടിച്ച് ദൂരെ കളയും. അതുപോലെ വിശ്വം സൃഷ്ടിച്ച ആ ശ്രീഹരി ചിലപ്പം ചിലവരെ തമ്മിൽ കൂട്ടിച്ചേർക്കും. എന്നിട്ട് വേറെ ജോലിക്ക് വേണ്ടിയിട്ട് വേറെ തിരിച്ച് വീണ്ടും തള്ളി അകറ്റുന്നു. സൃഷ്ടാവാണ് തള്ളി അകറ്റുന്നത്. പുരുഷന്മാർക്ക് കുറേ ജോലിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഇത് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം ആ ശക്തിയാണ് തീരുമാനിക്കുന്നത്. ഇതിൽ 45 പറയുകയാണ്, എന്നിലുള്ള ഭക്തി ജീവികൾക്കുള്ള മോക്ഷപ്രാപ്തിക്കുള്ളതാണ്. നിങ്ങൾക്ക് ശാശ്വതമായ ഒന്ന് കിട്ടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, എന്നിലുള്ള ഭക്തിയിലൂടെ മോക്ഷം നേടുക. ഈ ഭൗതിക സുഖത്തെ പറ്റിയെല്ലാം വിട്ടിട്ട് എന്നെ തന്നെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ, ഈ ലോകത്തെ തന്നെ മറന്ന് എന്നെ തന്നെ വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അത് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ശാശ്വത, ഏത് നേരത്തെ പറഞ്ഞ ആണെന്നൊക്കെ പറഞ്ഞ അതേ സാധനം തന്നെ, ബ്രഹ്മസാക്ഷാത്കാരം. നിങ്ങൾക്കും എന്നിലുള്ള ഭക്തി ജീവികൾക്കുള്ള മോക്ഷപ്രാപ്തിക്കുള്ളതാണ്. മോക്ഷപ്രാപ്തിയിലൂടെ മാത്രമേ സുഖം കിട്ടുകയുള്ളൂ. എല്ലാം കിട്ടില്ല. ആണുങ്ങൾക്ക് ജോലി പലതുണ്ടെന്നേ. നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു ലോകമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് കാലം ചിലപ്പോൾ യോജിപ്പിക്കും, പിന്നെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളവിടെ കിടന്നിട്ട് ഇവന് നന്ദി കെട്ടവനാണെന്നെല്ലാം ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല.
എന്നെ പ്രാപിക്കുവാനുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടായത് സന്തോഷകരം തന്നെ. എന്നാലും നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാനുള്ള ആ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നിയത് അത് നല്ല കാര്യം തന്നെ. അതിലൊക്കെ നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാം. പക്ഷേ ഭൗതിക ലോകത്തിലെ സുഖം ആയിട്ട് വിചാരിച്ചിട്ട് അപ്പരിപാടി നടക്കില്ല. ഇനി 46 ഉത്തമ സ്ത്രീകളെ, പഞ്ചഭൂതങ്ങൾ എല്ലാറ്റിൻ്റെയും ഉള്ളിലും എല്ലായിടവും ഉള്ളതുപോലെ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ശരീരം, ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ശരീരത്തിലും എന്തുണ്ട്? പഞ്ചഭൂതങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തെ പഞ്ചഭൂതങ്ങളില്ലേ? കരമില്ലേ? ഈ നഖം കരമാണ്. ദ്രവമില്ലേ? ഈ ശരീരത്തിൽ നിന്നുള്ള വേർപ്പെല്ലാം വരുന്ന ദ്രവമാണ്, രക്തം ദ്രവമാണ്. വായുവില്ലേ? ഇതിലൂടെ പോകുന്നുണ്ട്. ഊർജമില്ലേ? ഉണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിലൂടെ ജ്യോതിർഗോളങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഞ്ചഭൂതങ്ങൾ എല്ലാത്തിലും ഉള്ളതുപോലെ ഞാൻ തന്നെയാണ് സർവപ്രാണികളുടെയും ആദിയും അന്തവും അവസാനവും അകവും പുറവുമെല്ലാം. ഞാൻ തന്നെയാണ് നിങ്ങളെല്ലാം. എന്നെ പ്രത്യേകിച്ച് നിങ്ങൾ, വേദവ്യാസൻ തിരിച്ച് വിഷയത്തിലേക്ക് വരികയാണ്. കൃഷ്ണനായിട്ട് ഞാൻ കഥയിൽ അവതരിപ്പിച്ച കൃഷ്ണൻ യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ തന്നെ ആ കൃഷ്ണൻ ഞാൻ തന്നെയാണ് നിങ്ങളായി മാറിയിരിക്കുന്നത്. പിന്നെ വേറൊരാൾ അന്വേഷിച്ച് കിടക്കട്ടെ, വല്ല കാര്യമുണ്ടോ? ആ ശക്തി തന്നെയാണ് ഞാനായി മാറിയതും എൻ്റെ ഉള്ളിലും കിടക്കുന്നത് കൃഷ്ണൻ തന്നെയാണ്. പിന്നെ ഈ ഈശ്വരനെ അന്വേഷിച്ചിട്ട് വല്ല പ്രതിമയിലും പോയിട്ട് രാവിലെ എണീച്ച് കുളിച്ച് ഈ കുളിപ്പിക്കുന്ന കൃഷ്ണനെ തന്നെയാണ് കുളിപ്പിക്കുന്നത്. ഉള്ളിലുള്ളത് കൃഷ്ണനാണ്. എന്നിട്ട് കുളിച്ച് ചന്ദനെല്ലാം തൊട്ടിട്ട് കൃഷ്ണനെ തൊടാൻ വേണ്ടിയിട്ട് അഗ്ഗു പോവുകയാണ്. വല്ല കാര്യമുണ്ട്? അകത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വാക്ക്, കൃഷ്ണൻ പറഞ്ഞ വാക്കൊക്കെ ഞാൻ തന്നെയാണ് കൃഷ്ണൻ, അതങ്ങ് വിചാരിച്ചാൽ മതി. ഞാൻ കൃഷ്ണനാണെന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി. കൃഷ്ണൻ തന്നെയാണ് ഞാനായി മാറിയിരിക്കുന്നത്. ഞാൻ കൃഷ്ണൻ തന്നെയാണ്. എന്നെക്കൊണ്ട് ജയിപ്പിക്കുന്ന എല്ലാ ശക്തി തന്നെയാണ് എന്നങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തയും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നമുക്ക് തോന്നുന്ന മാതിരി അങ്ങ് ജീവിക്കാം. തോന്നുന്ന മാതിരി എന്ന് പറഞ്ഞാൽ അതല്ലേ ജയിപ്പിക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിനൊന്നും വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ആ ശക്തി തന്നെയാണ്, അല്ലാതെ പ്രമോദ് എന്ന വ്യക്തിയല്ല. എന്നെക്കൊണ്ട് ഈ പറയിപ്പിക്കുന്നത് ആ ശക്തി തന്നെയാണ്. ആ നിലയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. ഈ ആകാശാദി പഞ്ചഭൂതങ്ങൾ പ്രാണികളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പഞ്ചഭൂതങ്ങളെല്ലാം, എല്ലാ പ്രാണികളും അതിനെക്കൊണ്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആത്മാവ് ജീവസ്വരൂപത്തോടെ വ്യാപിച്ചിരിക്കുന്നു. ഈ ആത്മാവ് എന്ന് പറയുന്ന ഞാൻ ജീവസ്വരൂപത്തോടെ വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ആത്മാവാണ്. അതിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷം ഞാനാകുന്നു. ഈ ജീവനെ ചലിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആത്മാവ് അത് ഞാൻ തന്നെ ആകുന്നു. പിന്നെ നിങ്ങൾ വേറെ അന്വേഷിക്കണം. ഞാൻ വേറെ എവിടെയൊന്നും പോയിട്ടില്ല, നിങ്ങളിൽ തന്നെ ഉണ്ട്. എന്നാൽ ഈ ജഡമായ ശരീരവും ഈ ആത്മാവുമെല്ലാം എന്നാലാണ് വിളങ്ങുന്നത് എന്ന് മനസ്സിലായിക്കൊള്ളുക. ആ ഈശ്വരനിലൂടെയാണ്, ആ ചേതനയാണ് നമ്മളെ ജീവനായിട്ട് ആക്റ്റീവായിട്ട് മാറ്റുന്നത്. നമ്മളിൽ എന്തെല്ലാം തെളിച്ചുണ്ടാകുന്നുണ്ടോ അതെല്ലാം ആ ശക്തിവിശേഷത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മിൽ തന്നെയാണ് ഈശ്വരൻ ഉള്ളത്. അതുകൊണ്ട് 48 ശ്രീസുഖൻ പറയുകയാണ്, ഈ ആത്മോപദേശത്താൽ ഇങ്ങനെ ആത്മീയമായി ഉപദേശിച്ചപ്പോൾ ആ ഗോപികമാർക്കൽ എന്തുണ്ടായി? കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കി. ആ ആത്മീയ തത്വത്തിലൂടെ യഥാർത്ഥ കൃഷ്ണൻ ആരാണെന്ന് അവർക്ക് ആത്മചിന്തയിലൂടെ അജ്ഞാനത്തെ മാറ്റിക്കൊണ്ട്, അതുവരെയുള്ള അവരുടെ അജ്ഞാനത്തെ മാറ്റിക്കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ആ കൃഷ്ണനെ ശരിക്കും അറിഞ്ഞു.
ഇനി 49 അത് മനസ്സിലാക്കി അവർ പറയുകയാണ്, ആ അഗാധ വിജ്ഞാനികളായ യോഗീശ്വരന്മാർ ഹൃദയത്തിൽ ധ്യാനിക്കുന്നതും, യോഗീശ്വരന്മാർ ഹൃദയത്തിലൂടെ ധ്യാനിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും, പിന്നെയോ സംസാരമായ പാഴ്ക്കിണറ്റിൽ നിന്ന് അകപ്പെട്ടവരെ കരക്ക് കയറ്റുന്നതുമായ സംസാര ഈ ജീവിതത്തിൽ പാഴ്ക്കിണറിൽ വീണ് കിടക്കുന്നതിന് സമാനമാണ്. ഈ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പാഴ്ക്കിണറ്റിൽ വീണ് കിടക്കുന്നതിന് സമാനമാണ്. അതിൽ നിന്ന് കരകയറ്റുന്നതിന് ഉള്ള ശക്തിവിശേഷം, അതിൽ നിന്ന് കരകയറ്റുവാനുള്ള കയറാനുള്ള ഒരൊറ്റ വഴി എന്താണ്? ആ ഈശ്വരനാണ് ഇതെല്ലാം ജയിക്കുന്നത് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അപ്പോഴാണ് നമ്മളെ കരകയറ്റുന്നത്. എല്ലാം അതാണ് ജയിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ അത് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാതെ എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്ത പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതിന് പകരം ഞാൻ കൃഷ്ണനാണ്, ഞാൻ തന്നെയാണ്, എന്നെക്കൊണ്ട് ജയിപ്പിക്കുന്നു അതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും മോക്ഷം ലഭിക്കും. ആ നിന്തിരുവടിയാണ് ആ പാദത്തെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാര സാഗരം മറികടക്കാം. ആ തത്വജ്ഞാനം മനസ്സിലാക്കിയ അവരെന്ത് ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്? ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് മുഴുകിയിരിക്കുന്ന അവർ ആ സമയത്തും ഗൃഹസ്ഥാശ്രമ ജീവിതം, കുടുംബജീവിതം നയിക്കുന്ന ആ സമയത്തും അവർ എന്ത് ചെയ്തു? ആ തത്വം ഉള്ളിൽ ഗ്രഹിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോൾ കൃഷ്ണനെ അമ്പലം അത് ഇതും നോക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കുടുംബകാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ സമയത്തും ഇതെല്ലാം ആ ശക്തിവിശേഷമാണ് ഞാനായി വന്നിട്ട് എന്നിലൂടെ ചെയ്യിപ്പിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ട് യത്നം ചെയ്യുക. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹാരം ആകും. നിങ്ങളെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും. ഇവിടെ നിങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം ഗോപികമാരോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിക്കളെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് എല്ലാവരുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. നമ്മൾ കൃഷ്ണനാണ്, നമ്മളുള്ള കൃഷ്ണൻ തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതത്രയും ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി കുടുംബജീവിതത്തിലാണെങ്കിൽ ആ കുടുംബജീവിതം ഭംഗിയായിട്ട് കൃഷ്ണന് വേണ്ടിക്കൊണ്ട് ചെയ്തു കൊടുക്കുക.